ഇന്നൊരു റിഹേഴ്സൽ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുട്ടികളെല്ലാം രാവിലെ തന്നെ വന്നു. ടീച്ചർ എല്ലാവരും നല്ല രീതിയിൽ നിർത്തി. അങ്ങനെ അവരെല്ലാവരും കളിക്കാനുള്ള തയ്യാറെടുപ്പോടുകൂടി നിൽക്കുക. അപ്പോൾ ഇവിടെ അടുത്തുള്ള ഒരു അമ്പലത്തിൽ 21-ാം തീയതി കുട്ടികളുടെ റിഹേഴ്സൽ പ്രോഗ്രാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിഹേഴ്സലായിട്ട് നടക്കുന്നത്. അപ്പം മൃദംഗം വായിക്കുന്ന മാഷ് നീലേശ്വരമുള്ളതാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ടീച്ചർ. പിന്നെ പാട്ട് പാടുന്ന മാഷ് മാഹിയിലുള്ളതാണ് കേട്ടോ. പിന്നെ ഫ്ലൂട്ട് വായിക്കുന്നത് ടീച്ചറിൻ്റെ സഹോദരനാണ്. അങ്ങനെ കുട്ടികളെല്ലാം കളിക്കാനുള്ള ഇതിൽ അനുഗ്രഹം വായിക്കുക കേട്ടോ അവരുടെ അടുത്തുനിന്ന്. അങ്ങനെ ഓരോരുത്തർ അനുഗ്രഹം മേടിച്ച് കഴിഞ്ഞ് 2 ബാച്ചാട്ടോ. 10 പിള്ളേരുണ്ട് അരങ്ങേറ്റത്തിന്. അപ്പം 2 ബാച്ചായിട്ട് അവരെ കളിപ്പിക്കുന്നു. പിന്നെ എൻ്റെ മോളുടെ കൂടെ അവർ 4 പേരും. അവർക്കുണ്ട് 3-4 പ്രോഗ്രാം. എല്ലാം കൂടെ കൂടി ആകെ ഒരു 10-15 പ്രോഗ്രാമിന് മേളിലുണ്ട്. അപ്പോൾ സീനിയർ സ്റ്റുഡൻസ് വേറെ ഉണ്ട്. അപ്പോൾ അവർക്കും വേറെ പ്രോഗ്രാംസ് ഉണ്ട് കേട്ടോ. ഞാൻ ആദ്യത്തെ പ്രോഗ്രാമിന് വേണ്ടി കുട്ടികൾ നിൽക്കുക കേട്ടോ. അധികം പേരൻസൊന്നും കാണാൻ വന്നിട്ടില്ല, ഒത്തിരി പേരെ വന്നിട്ടുള്ളൂ കേട്ടോ. അങ്ങനെ പയ്യന്നൂർ ചെറുപുഴ എന്നുള്ളൊരു സ്ഥലത്താണ് കേട്ടോ ഇത് നടക്കുന്നത്. അവിടെ വ്യാപാര വ്യവസായി ഏകോപന സമിതിയുടെ ഹാളിൽ വെച്ച് ആണ് ഈ പ്രോഗ്രാം നടക്കുന്നത്. അപ്പോൾ ടീച്ചർ സത്യത്തിൽ എറണാകുളത്തായിരുന്നു ടീച്ചറിൻ്റെ ആദ്യ സ്ഥാപനം. ടീച്ചർ അവിടെ ഒരു 10-20 വർഷമൊക്കെ ടീച്ചർ ഉണ്ടായിരുന്നു. അവിടുന്ന് പിന്നെ കൊറോണ സമയത്ത് ടീച്ചർ ഇവിടെ വന്ന കേട്ടോ. പിന്നെ ഇവിടുന്ന് ഇവിടെ ഒരു സ്ഥാപനം തുടങ്ങി. ഇവിടെ നിന്ന് അങ്ങോട്ട് തിരിച്ചു പോയി. അങ്ങനെ ഇപ്പോൾ ഇവിടെ തന്നെ ടീച്ചർക്ക് ചെറുപുഴയിലും പ്രാപ്പോയിലും എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് 2 ഡാൻസ് സ്കൂളുണ്ട് കേട്ടോ. കുഴപ്പമില്ലാത്ത രീതിയിലുള്ള സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ മോളാണെങ്കിൽ തന്നെ ആദ്യം വേറെ ഡാൻസ് സ്കൂളിലാണ് പഠിച്ചുകൊണ്ടിരുന്നത്, ചെറുപുഴ തന്നെ. പിന്നെ ടീച്ചറിൻ്റെ പഠിപ്പേരിനെ കുറിച്ചൊക്കെ അറിഞ്ഞപ്പോൾ ഓരോരുത്തർ പറഞ്ഞതനുസരിച്ച് ഞാൻ അങ്ങനെ ആ സ്കൂളിൽ നിന്ന് ഇങ്ങോട്ട് മാറ്റിയിട്ട് ഏകദേശം 1.5 വർഷമായിട്ടുള്ളൂ. ഓരോരോ കാര്യങ്ങൾ ടീച്ചർ എടുത്ത് പറഞ്ഞ് കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ പിന്നെ അവർക്ക് പഠിക്കാനും ഇൻട്രസ്റ്റ് ആവും. എല്ലാ കുട്ടികളോടും ഒരേ രീതിയിൽ പെരുമാറുന്നു. അതുകൊണ്ട് കുട്ടികളൊക്കെ തന്നെ ആണെങ്കിൽ ടീച്ചറായിട്ട് നല്ല കമ്പനിയാണ്. കുട്ടികൾ പരസ്പരമാണെങ്കിൽ നല്ല രീതിയിൽ പെരുമാറുന്നു. അങ്ങനെ ഓരോരോ കുട്ടികളുടെ ബാച്ച് മാറി മാറി വന്ന് പ്രോഗ്രാം അവതരിപ്പിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല രസമുണ്ടല്ലോ. ഞങ്ങളിങ്ങനെ ഞാൻ വിചാരിച്ചു ഇതിന് വെറുതെ ഇരിക്കുവാണ്. അപ്പോൾ ഞങ്ങളെല്ലാം കട്ട വെയിറ്റിങ്ങിലാണ്. കുട്ടികൾ യൂണിഫോമിലാണ് കളിക്കുന്നതെങ്കിലും പ്രോഗ്രാമിൻ്റെ അന്ന് അവർ ഡാൻസിൻ്റെ കോസ്റ്റ്യൂം ഒക്കെ ഇടുമ്പോൾ കാണാൻ ഒന്നും കൂടെ ഭംഗിയാണ്. എല്ലാം പാരൻസ് നല്ല വെയിറ്റിങ്ങിലാണ്. എൻ്റെ മോടെ അരങ്ങേറ്റം കഴിഞ്ഞിട്ട് ഏകദേശം 4 വർഷമാണ്. ഇതൊക്കെ മുതിർന്ന കുട്ടികളാണ് ഇവർ. നല്ല രീതിയിലുള്ള പ്രാക്ടീസ് കുട്ടികൾക്ക് കൊടുക്കുക. പിള്ളേർക്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. സത്യത്തിൽ എൻ്റെ മോളൊക്കെ അറിഞ്ഞിട്ട് നല്ല ഭംഗിയിൽ കളിക്കുന്നുണ്ട്. ഇപ്പോൾ ഈ കണ്ട പിള്ളേർക്ക് നല്ല രീതിയിൽ കളിക്കുന്നുണ്ട്. എനിക്ക് ആദ്യമായിട്ടാണ് ഞാൻ തന്നെ കാണുന്നത് അറിഞ്ഞിട്ട് പിള്ളേർ ഇത്ര രീതിയിൽ കളിക്കുന്നു. ഇടയ്ക്കിടയ്ക്ക് ഓരോ മിസ്റ്റേക്സൊക്കെ വരുന്നുണ്ട്. എന്നാൽ അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ഓരോ രീതിയൊക്കെ നല്ല പെർഫെക്റ്റാണ്. ഇത് അവരുടെ സീനിയർ സ്റ്റുഡൻസ്. അപ്പോൾ അവരുടെ ഉണ്ടായിരുന്നു